ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് ആണ്. ഇനി നമ്മൾ കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റും പറഞ്ഞു, കണ്ടിന്യൂറ്റിയും പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഡിഫറൻഷ്യബിലിറ്റി അറ്റ് എ പോയിന്റ് ആണ്. ഡെഫിനിഷൻ: ദ ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എഫ് അറ്റ് എ പോയിന്റ് എക്സ് നോട്ട് ഡിനോട്ടഡ് ബൈ എഫ് ഡാഷ് എക്സ് നോട്ട് ഈസ് എഫ് ഡാഷ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 f of x naught plus h minus f of x naught divided by h. Provide this limit exists. നമ്മൾ the slope of the curve at x naught അല്ലെങ്കിൽ s naught f of x naught പറഞ്ഞതും slope of the tangent line at point x naught f of x naught പറഞ്ഞതും ഇവിടെ ഡെറിവേറ്റീവ് അറ്റ് x naught എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ഇതെല്ലാം ഒന്ന് തന്നെയാണെന്നാണ് നമുക്ക് ഡെഫിനിഷനിൽ നിന്ന് മനസ്സിലാകുന്നത്. ഡെറിവേറ്റീവ് അറ്റ് എ പോയിന്റ് എക്സ് നോട്ട് ഇതാണ്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എക്സാമ്പിൾ: എ റോക്ക് ഫാളിംഗ് ഫ്രീലി ഫ്രം റെസ്റ്റ് നിയർ ദ സർഫസ് ഓഫ് ദ എർത്ത് അറ്റ് ദ റേറ്റ് ഓഫ് 16 t square feet ഡ്യൂറിംഗ് ദ ഫസ്റ്റ് t സെക്കൻഡ്. വാട്ട് ഈസ് ദ റോക്സ് speed at the time t equal to 1. ഇപ്പം 16 t സ്ക്വയറിൽ ആണ് ഒരു ബോഡി താഴേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ t equal to 1 അതിൻ്റെ സ്പീഡാണ് കണക്കാക്കേണ്ടത്. അപ്പം നമ്മൾ ഈ 16 t സ്ക്വയർ ആൻസറാണ് എഫ് ടി ഈക്വൽ ടു 16 t സ്ക്വയർ എന്ന് എടുക്കുക ആ ഫംഗ്ഷൻ. ഇനി the average speed of the rock over the interval between t equal to 1 and t equal to 1 plus h second, h greater than 0, very small. അപ്പോൾ t equal to 1 സ്പീഡാണ് കാണേണ്ടത്. അത് നമ്മൾ t equal to 1 t equal to 1 plus h ആ ഇന്റർവെല്ലിലുള്ളത് കണ്ടിട്ട് അതിൻ്റെ ആവറേജ് എടുക്കുകയാണ്. അപ്പം t equal to 1 plus h t equal to 1 plus h കർവ് 16 t സ്ക്വയർ ആണ്. അപ്പൊ t equal to 1 plus h എന്തായിരിക്കും? 16 t equal to 1 ആണ്. 1 plus h സ്ക്വയർ മൈനസ് എഫ് ഓഫ് 1 എന്ന്. ദാറ്റ് മീൻസ് t equal to 1 അതിന്റെ റേറ്റ് അത് 16 1 സ്ക്വയർ ആണ്. 16 t സ്ക്വയർ എന്നുള്ളത് 16 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇത് ഇന്റർവെൽ എത്രയാ? ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ t equal to 1 plus 1 t equal to 1 plus h തമ്മിലുള്ള ഡിഫറൻസ് എത്ര? h. അപ്പൊ നമ്മൾ മുകളിൽ എഴുതിയിരിക്കുന്ന സ്പീഡ് t equal to 1 plus h അതിന്റെ സ്പീഡും റേറ്റും t equal to 1 റേറ്റും എഴുതി അതിനെ h കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. ദാറ്റ് ഈസ് 16h plus 2. ദ റോക്ക് സ്പീഡ് അറ്റ് ദ ടൈം t equal to 1 ആണ് കാണേണ്ടത്. അതിന് t equal to 1 കാണാനായിട്ട് h ലിമിറ്റ് h ടെൻസ് ടു 0 f of 1 plus h minus f of 1 by h. അതാണ് എഫ് ഡാഷ് 1 ആണ് സ്പീഡ്. റേറ്റ് ഓഫ് ചേഞ്ച് ആണ് കാണുന്നത് നമ്മളവിടെ. സ്പീഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ അകത്ത് നമ്മൾ 16h plus 2 h ടെൻസ് ടു 0 കൊടുക്കുക. അപ്പം 32 ഫീറ്റ് പെർ സെക്കൻഡ്. അപ്പം t equal to 1 അതിൻ്റെ സ്പീഡ് 32 ഫീറ്റ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, സമ്മറി. We have been discussing slope of curves, line tangent to the curve, the rate of change of a function and derivative of a function at a point. All of these ideas are based on the same limit. അതാണ്, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇതാണ് all the following are interpretation of the limit of a difference quotient. Limit h tends to 0 f of x naught plus h minus f of x naught divided by h. ഇതിനെ നമ്മൾ സ്ലോപ്പ് ഓഫ് ദ കർവ് അറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് നോട്ട് എന്ന് പറയും. കർവിന്റെ സ്ലോപ്പ് എന്ന് പറയും. ദെൻ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ലൈൻ അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് പറയും.
സ്ലോപ്പ് ഓഫ് ദ കർവ് ഗ്രാഫ് എന്ന് പറയും, സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ലൈൻ എന്ന് പറയും, ദെൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് പറയും. റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. ദെൻ ദ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് പറയും. അപ്പം സ്ലോപ്പ് ഓഫ് ദ കർവ് 4 ഒന്ന് തന്നെയാണ്, മറന്നു പോകരുത്. ഏതൊക്കെയാണ്? സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ കർവ്, സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ലൈൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എഫ്, ഡെറിവേറ്റീവ് ഓഫ് എഫ് ഡാഷ് അറ്റ് എക്സ് നോട്ട്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യാണ്. ഫൈൻഡ് ആൻ ഇക്വേഷൻ ഫോർ ദ ടാൻജന്റ് ലൈൻ ടു ദ കർവ് y ഈക്വൽ ടു 4 - x² അറ്റ് ദ പോയിന്റ് -1, 3. ഫൈൻഡ് ദ ഇക്വേഷൻ ഫോർ ദ ടാൻജന്റ് ലൈൻ. ഇതാണ് പ്രോബ്ലം. അപ്പൊ ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ ഫോർ ദ ടാൻജന്റ് ലൈൻ. ഈ ഫംഗ്ഷന്റെ -1, 3 ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം സ്ലോപ്പ് കണ്ടുപിടിക്കണം. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ലിമിറ്റ് h ടെൻസ് ടു 0 f ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എച്ച്. ഇതാണ് കണ്ടുപിടിക്കേണ്ട ആദ്യ സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഇതിനെ നമ്മൾ സ്ലോപ്പ് എം എന്ന് പറയും. ഈ എം കണ്ടുപിടിക്കണം ആദ്യം. ടാൻജന്റ് ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ സ്ലോപ്പ് ആദ്യം കണ്ടുപിടിക്കണം. അത് ഏത് പോയിന്റിലാണ് കണ്ടുപിടിക്കേണ്ടത്? -1, 3 എക്സ് ഈക്വൽ ടു -1. അപ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു -1 ആകുമ്പോൾ ഇതാ ഇവിടെ -1 ആണ് വേണ്ടത്. -1 ഇവിടെ -1. അപ്പം ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് -1 പ്ലസ് എച്ച്. ഇതുണ്ട് എഫ് ഓഫ് -1 പ്ലസ് എച്ച്. അപ്പൊ ഈ എക്സിന്റെ സ്ഥാനത്ത് -1 പ്ലസ് എച്ച് എഴുതണം. അപ്പൊ 4 - x² സ്ഥാനത്ത് -1 പ്ലസ് എച്ച് സ്ക്വയർ മൈനസ് എഫ് ഓഫ് -1. ഈ എക്സിന്റെ സ്ഥാനത്ത് -1 എഴുതുമ്പോൾ 4 - -1 സ്ക്വയർ ഡിവൈഡ് ബൈ എച്ച്. അതാണ്. ഇനി അതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. ലിമിറ്റ് എന്നിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. എന്നിട്ട് അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഈ എച്ചും കൂടെ പോയി. h ടെൻസ് ടു 0 ആണ്, നോട്ട് ഈക്വൽ 0. അപ്പോൾ h കൊണ്ട് ക്യാൻസൽ പോയി. ഈ h-ന് 0 കൊടുക്കുമ്പോൾ 2 എന്ന് കിട്ടും. സ്ലോപ്പ് m2 എന്ന് കിട്ടും. അതാണ് m2 എന്ന് കിട്ടും. m ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പൊ സ്ലോപ്പ് ഈ y ഈക്വൽ ടു 4 - x²-ന് y ഈക്വൽ ടു 4 - x² എന്ന് പറയുന്ന കർവ് ഇതാണ്. y ഈക്വൽ ടു 4 - x² എന്ന് പറയുന്ന കർവ് അതാണ്. അതിൽ -1, 3 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. ഈ പോയിന്റില് കൂടെ കടന്നു പോകുന്ന ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ്. ഇതാണ് ടാൻജന്റ് ലൈൻ. ഈ ടാൻജന്റ് ലൈനിന്റെ ആദ്യ സ്ലോപ്പ് കണ്ടുപിടിക്കണം. m ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി ആ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ കാണാനായിട്ട് ഇക്വേഷനുള്ള ഫോർമുല എന്താ? y ഈക്വൽ ടു y1 പ്ലസ് m ഇൻറ്റു എക്സ് മൈനസ് x1 ആണ്. ഇവിടെ m നമുക്ക് ഇവിടെ 2 എന്ന് കിട്ടി. ഇത് 2 എന്ന് കിട്ടി. ഈ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ -1, 3 ഈ കർവിന്റെ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ്. അതിതാണ്. ഇനി y1 എത്രയാ? y1 എന്ന് പറയുന്നത് 3 ആണ്. y1 എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ഇവിടെ ഇതിന് 3 കൊടുക്കുക. m2 കിട്ടി. എക്സ് മൈനസ് x1 എന്ന് പറയുന്നത് എത്രയാ? -1. ഇതിന് -1 കൊടുക്കുക. അപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് ഇക്വേഷൻ. അതാണ് ഇത് ഇവിടെ കണ്ട -1. 3 + 2 ഇൻറ്റു 3 + 2 ഇൻറ്റു എക്സ് മൈനസ് -1. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഇത് കിട്ടി. y ഈക്വൽ ടു 2x + 5. ഇതാണ് ടാൻജന്റ്. ഈ ലൈനിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു 2x + 5 കിട്ടി നിങ്ങൾക്ക്. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. അടുത്ത പ്രോബ്ലം ഇതേപോലത്തെ തന്നെ ഒരു പ്രോബ്ലം ആണ്.
ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ഇതാണ് y equal to x minus 1 square plus 1 at 1 1. Find the equation of the tangent line. ഇവിടെ ഇതാണ് കർവ്. ആ കർവിൻ്റെ ഇക്വേഷൻ ഇതാ y equal to x minus 1 square plus 1 at 1 1 x equal to 1 x equal to 1 ആകുമ്പോൾ y equal to 1. ഇതാ ഈ പോയിന്റിലെ ആദ്യം ആ പോയിന്റിലെ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പ് കാണണം. സ്ലോപ്പിനുള്ള ഫോർമുല ഇതാ ഇവിടെയുണ്ട് സ്ലോപ്പിനുള്ള ഫോർമുലയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ നമ്മൾ -1 എന്നുള്ളത് മാറ്റണം. -1 ഇവിടെ 1 ആണ്. അപ്പോൾ ഇവിടെ 1 ഇവിടെയും 1 അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ടാൻജന്റ് ലൈൻ്റെ ഇക്വേഷൻ അപ്പം f(1 + h) ഇതാ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 1 + h കൊടുക്കണം. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 1 + h കൊടുത്തു. -1 ഇത് എക്സിൻ്റെ സ്ഥാനത്ത് 1 + h -1 സ്ക്വയർ + 1 മൈനസ് f(1) എക്സിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കണം. ഡിവൈഡഡ് ബൈ ഇവിടെ ഡിവൈഡ് ബൈ h ഉണ്ട് കേട്ടോ. ഇവിടെ ഡിവൈഡ് ബൈ h ഉണ്ട്. ഡിവൈഡഡ് ബൈ h. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. 0 കിട്ടി. 0 ആണ് കിട്ടുന്നത്. സ്ലോപ്പ് 0 ആണ്. അപ്പോൾ y equal to y1 + m × x minus x1 എന്നുള്ളത് ഇത് 0 കിട്ടി. അപ്പോൾ ഈ ടേം പോയി. അപ്പോൾ y equal to y1 y1 എത്രയാ? 1 ആണ്. x1 1 y1 1. അപ്പോൾ y equal to 1 y equal to 1 എന്ന് പറയുന്ന ലൈനാണ് കിട്ടുക. y equal to 1 ഇതാണ് ടാൻജന്റ് ലൈൻ. അപ്പോൾ 1 1ലെ y equal to 1 ആണ് അതിൻ്റെ ടാൻജന്റ്. ഇതാണ് y equal to 1 എന്ന് പറഞ്ഞാൽ x ആക്സിന് പാരലലാണ്. അതാണ്. ഓക്കെ. നെക്സ്റ്റ്, ഡിസ്ക് ചേഞ്ചിങ് ഏരിയ. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ ഡിസ്ക് a equal to πr²? ഡിസ്കിൻ്റെ ഏരിയ a equal to πr² with respect to the radius when the radius is r equal to 3. അപ്പോൾ നമ്മൾ f of x plus h minus f of x divided by h limit h tends to 0 എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ 3 ആണ് കൊടുക്കേണ്ടത്. 3 ഇതുണ്ട്. എക്സിൻ്റെ സ്ഥാനത്ത് 3 കൊടുത്തു. അപ്പോൾ f of 3 plus h മൈനസ് എക്സിൻ്റെ സ്ഥാനത്ത് 3 ആണ്. ഇവിടെയും 3 ഇവിടെയും 3 മൈനസ് f of 3 divided by h. അപ്പം f of x എന്തായിരിക്കും? f of r πr² ആണ്. f of x πx². അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 3 + h കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും. ഈ πr²ൻ്റെ ആറിൻ്റെ സ്ഥാനത്ത് 3 + h, ആറിൻ്റെ സ്ഥാനത്ത് 3 + h കൊടുക്കുക. f of 3 + h മൈനസ് f of 3/h സിംപ്ലിഫൈ ചെയ്യുക. ലിമിറ്റ് h ടെൻസ് ടു 0. അപ്പോൾ ഇത് കിട്ടും. h-ന് 0 കൊടുത്തു കഴിഞ്ഞാൽ 6π എന്ന് കിട്ടും. 6π. അടുത്ത പ്രോബ്ലം 6π. ബോൾ ചേഞ്ചിങ് വോളിയം. What is the rate of change of volume of a ball v equal to 4/3 πr³ with respect to radius when the radius r equal to 2? Rate of change of volume ആണ്. വോളിയത്തിൻ്റെ 4/3 πr³ ആണ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം കാണാനായിട്ട് f of 2 + h 2ലാണ്. അതുകൊണ്ട് 2 + h മൈനസ് f of 2/h 2 + h ആണ്. അപ്പോൾ ആറിൻ്റെ സ്ഥാനത്ത് 2 + h ആണ് കൊടുക്കേണ്ടത്. ആറിൻ്റെ സ്ഥാനത്ത് 2 + h. ഈ ആറിൻ്റെ സ്ഥാനത്ത് 2 + h കൊടുക്കണം. അപ്പോൾ 4/3π × 2 + h³ മൈനസ് 4/3π 2q/h. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാവും. ദെൻ ദിസ്. ഇനി h-ന് 0 കൊടുക്കുക. അപ്പം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 16h. ഇതാണ്. ഇനി നമ്മൾ
നമ്മളിപ്പോൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് റേറ്റ് ഓഫ് ചേഞ്ച്, ഡെറിവേറ്റീവ് ആസ് എ ഫങ്ഷൻ. ഇനി നമ്മൾ ഡെറിവേറ്റീവ് ആസ് എ ഫങ്ഷൻ, എക്സ് നോട്ടിലുള്ള ഡെറിവേറ്റീവാണ് കണ്ടുപിടിച്ചത് നമ്മൾ. ഇനി എക്സിലെ ഡെറിവേറ്റീവാണ് കണ്ടുപിടിക്കുക. ഡെഫിനറ്റ് എക്സ് നോട്ടിൻ്റെ സ്ഥാനത്ത് എക്സ് കൊടുത്താൽ മതി. ദ ഡെറിവേറ്റീവ് ഓഫ് എ ഫങ്ഷൻ എഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വേരിയബിൾ എക്സ്. വേരിയബിൾ എക്സ് ആണ് നമ്മൾ നേരത്തെ അറ്റ് എ പോയിന്റ് എക്സ് നോട്ടാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി എനി എക്സ് നോട്ട്, അപ്പോൾ എനി എക്സ് നോട്ടിൻ്റെ സ്ഥാനത്ത് എക്സ് കൊടുത്തു. അപ്പം എക്സിലെ ഡെറിവേറ്റീവിനുള്ള ഫോർമുല, എക്സിനെ ഡെറിവേറ്റീവുള്ള ഫോർമുലയ്ക്കാണ് എഫ് ഡാഷ് എക്സ്. അതിതാണ് എക്സ് നോട്ടിൻ്റെ സ്ഥാനത്ത് എക്സ് എഴുതി, പ്രൊവൈഡഡ് ദ ലിമിറ്റ് എക്സിസ്റ്റ്. ഇനി അത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഈ എക്സ് പ്ലസ് എച്ചിൻ്റെ സ്ഥാനത്ത് സെഡ് എടുക്കുക, നൈബറിംഗ് പോയിന്റ് സെഡ് ആയിട്ട് എടുക്കുക, മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ സെഡും എച്ചും തമ്മിലുള്ള ഡിഫറൻസ്. ഈ രണ്ട് ഫോർമുലയും നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോർമുല ഉപയോഗിക്കാം, രണ്ടും മാറി മാറി ഉപയോഗിക്കാം. അപ്പം ഇതാണ് ഡെറിവേറ്റീവ് അറ്റ് എക്സ് എന്നുള്ള രണ്ട് ഫോർമുല. ഇനി നമുക്ക് അത് വെച്ച് രണ്ട് പ്രോബ്ലം ചെയ്യാം. എക്സാമ്പിൾ, ഡിഫറൻഷിയേറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1. അപ്പോൾ നമ്മൾ ആദ്യം എഫ് ഓഫ് എക്സ്, ഇതാണ് എഫ് ഓഫ് എക്സ്, ഇത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്. എന്നിട്ട് നമുക്ക് ഫോർമുല അനുസരിച്ച് എഫ് ഡാഷ് എക്സ് ആണ് കാണേണ്ടത് ഡെറിവേറ്റീവ്. അതിനുള്ള ഫോർമുല എന്താ? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്, അതിത് മൈനസ് എഫ് ഓഫ് എക്സ്, അതിത് ഡിവൈഡ് ബൈ എച്ച്. അപ്പം ഇതാ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്, അതിവിടെ എഴുതുക. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് അതിതാണ്, അതിവിടെ എഴുതുക. ദെൻ എഫ് ഓഫ് എക്സ് അതിതാണ്, അതിവിടെ എഴുതുക. ഡിവൈഡ് ബൈ എച്ച്, അതാണ്. ഇനി എന്ത് ചെയ്യണം? ലിമിറ്റ് എച്ച്. ഇനി ഇത് സിമ്പിൾ ഇതാ, എ ബൈ ബി മൈനസ് സി ബൈ ഡി, ദറ്റ് ഈസ് എ ഡി മൈനസ് ബി സി എന്ന് എ ഡി മൈനസ് സി ബി ഡിവൈഡ് ബൈ ബി ഡി. ആ ഫോർമുല ഉപയോഗിച്ച് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ സാധാരണ സബ്ട്രാക്ട് ചെയ്താൽ മതി, ഇത് കിട്ടും. ലിമിറ്റ് എച്ച് ടെൻസ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. സിംപ്ലിഫൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ എച്ച് കൂടെ പോയിട്ട് ന്യൂമറേറ്ററിൽ -1, ഡിനോമിനേറ്ററിൽ എച്ച് 0 ആയിപ്പോയി, എച്ച് ടെൻസ് 0. അപ്പം ഇത് 0 ആയിപ്പോയി. ഇവിടെ എച്ചും കൂടെ ക്യാൻസൽ ചെയ്യുന്ന എച്ച് നോട്ട് ഈക്വൽ ടു 0 ആണ്, എച്ച് ടെൻസ് ടു 0 ആണ്. അതുകൊണ്ടാണ് എച്ചും കൂടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ എച്ച് പോയി. അപ്പം എക്സ് മൈനസ് 1, ഇത് എച്ച് ടെൻസ് 0 ആകുമ്പോൾ എച്ച് 0 കൊടുക്കുക. അപ്പോൾ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ്, ദാറ്റ് ഈസ് എക്സ് മൈനസ് 1 സ്ക്വയർ. അതാണ് എഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് -1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇതാണ് നിങ്ങൾ +2 പഠിച്ചിരിക്കുന്ന പോലെ തന്നെ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ, അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് എക്സ് അറ്റ് റൂട്ട് എക്സ് (x>0. അതുപോലെ ടാൻജന്റ് ലൈനത്തെ കർവ് y = √x at x = 4. അത് ആദ്യം നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് കാണണം, സ്ലോപ്പ് കാണണം. സ്ലോപ്പ് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ടാൻജന്റ് ലൈൻ കാണണം. അപ്പോൾ ആദ്യം എഫ് ഓഫ് എക്സ് = √x-ൻ്റെ ഡെറിവേറ്റീവാണ് കാണേണ്ടത്. അപ്പം ഫോർമുല നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോർമുല ഇതാണ്, രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് ഫോർമുല. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് എക്സ്. ഇവിടെ എഫ് ഓഫ് സെഡ് എന്താ? എഫ് ഓഫ് സെഡ് ഈക്വൽ ടു റൂട്ട് സെഡ്, അല്ല എഫ് ഓഫ് എക്സ് √x, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം എഫ് ഓഫ് സെഡിനെ നമ്മൾ എന്ത് ചെയ്തു? ഈ റൂട്ട് സെഡ് എഴുതി, എഫ് ഓഫ് എക്സിന് √x എഴുതി. ദെൻ സെഡ് മൈനസ് എക്സ് അതുപോലെ എഴുതി. ഇനി ഈ സെഡ് മൈനസ് എക്സിനെ സ്പ്ലിറ്റ് ചെയ്തു. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞ പോലെ അതിനെ സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഇതുണ്ടോ, സെഡ് മൈനസ് എക്സ് √x ഇൻറ്റു √z പ്ലസ് √x എന്താണ്?
എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അപ്പോൾ റൂട്ട്സ് സെഡ് മൈനസ് എക്സ്. അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക ഇത്. അപ്പോൾ എന്ത് ചെയ്തു, ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ഇത് കിട്ടി, ഇതാണ് കിട്ടുന്നത്. ഇപ്പോൾ റൂട്ട് സെഡ് മൈനസ് റൂട്ട് എക്സ് ക്യാൻസൽ ചെയ്യാം, കാരണം സെഡ് ടെൻസ് ടു എക്സ് ആണ്. റൂട്ട് എക്സും സെഡും ഒന്നല്ല, അപ്പോൾ 0 കിട്ടൂല. അതുകൊണ്ട് ടെൻസ് ടു ആണ്. റൂട്ട് സെഡ് മൈനസ് റൂട്ട് എക്സ് ഒരിക്കലും 0 ആവില്ല. അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു. അത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഇത് കിട്ടി. ഇനി നമ്മൾ സെഡ് ടെൻസ് ടു എക്സ് ആണ്, അപ്പോൾ ഈ സെഡിന് പകരം എക്സ് കൊടുക്കുക. അപ്പോൾ 1/2 റൂട്ട് എക്സ്. അപ്പം റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. അതാണ് 1/2 റൂട്ട് എക്സ്. അപ്പം എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 1/2 റൂട്ട് എക്സ്. അപ്പം ഇനി നമ്മൾ സ്ലോപ്പ് ഓഫ് ദ കർവ് അറ്റ് എക്സ് ഈക്വൽ ടു 4, അതിന് നമ്മൾ എഫ് ഡാഷ് 4 കണ്ടാൽ മതി. അപ്പോൾ ഈ എക്സിന് 4 കൊടുത്താൽ മതി. സ്ലോപ്പും ഡെറിവേറ്റീവ് ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യൂ, 1/2 റൂട്ട് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. അപ്പം റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവിൻ്റെ എക്സ് ഈക്വൽ ടു 4ലെ സ്ലോപ്പ് ഇതാണ്, 1/4 ആണ്. ഇനി നമ്മൾ ടാൻജന്റ് ലൈൻ കണ്ടുപിടിക്കണം. ടാൻജന്റ് ലൈൻ എന്താ, y ഈക്വൽ ടു y1 പ്ലസ് എം ഇൻറ്റു എക്സ് മൈനസ് x1. എം കിട്ടി 1/4 എന്ന്. നമുക്ക് എവിടുത്തെ സ്ലോപ്പാണ് കണ്ടുപിടിക്കേണ്ടത്, എക്സ് ഈക്വൽ ടു 4ലെയാണ്. ആ 4ലെ എക്സ് ഈക്വൽ ടു 4 ആണെങ്കിൽ y എത്രയായിരിക്കും, y 2 ആണ്. എക്സ് ഈക്വൽ ടു 4ൽ y റൂട്ട് എക്സ് ആണല്ലോ, y ഈക്വൽ ടു റൂട്ട് എക്സ് ആണല്ലോ. അപ്പോൾ എക്സ് ഈക്വൽ ടു 4 ആണെങ്കിൽ y ഈക്വൽ ടു റൂട്ട് 4 ദാറ്റ് ഈസ് 2 ആണ്. അപ്പം ഇത് y1 2, ഇത് 4 ആണ്. അപ്പം ഇങ്ങനെ കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്യുക. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഇത് സ്ലോപ്പ് y ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 4ലെ സ്ലോപ്പ് എക്സ് ഈക്വൽ ടു 4ൽ y ഈക്വൽ ടു 2 ആയിരിക്കും. അപ്പോൾ അവിടുത്തെ സ്ലോപ്പ് 1/4 ആണ്. അതിൻ്റെ ടാൻജൻറ്റ് 1/4 2/4 ടാൻജൻറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണിത്. ടാൻജൻറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് 1/4. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇതൊന്ന് നോക്കാം. എന്താണ് റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. ഇതാണ് റൂട്ട് എക്സ് എന്ന് പറയുന്ന ആ കർവ്. അതിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. 1/2 റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ് ഡെറിവേറ്റീവ്. ഇതൊക്കെ y ആൻഡ് ഇറ്റ്സ് ടാൻജൻറ്റ് ലൈൻ അറ്റ് 4/2ൻ്റെ ടാൻജൻറ്റ് ലൈൻ 4/2 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. എക്സ് ഈക്വൽ ടു 4, y ഈക്വൽ ടു 2. അതിലെ ടാൻജൻറ്റ് ലൈൻ ഇതാണ്. ഇപ്പോൾ നമുക്ക് കിട്ടി അതിൻ്റെ ഇക്വേഷൻ y ഈക്വൽ ടു 1/4x പ്ലസ് 1. അതാണ് എക്സ് ഈക്വൽ ടു 4ലെ ടാൻജൻറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ. ഇതാ ഈ ലൈൻ 1/4x പ്ലസ് 1. ഓക്കെ, നമ്മളിവിടെ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.